കതിർക്കനം മുറ്റിയ നെല്ലോല സൗന്ദര്യം കേരളത്തിന്റെ കാർഷിക മികവിനെ ചാലിച്ചു ചേർക്കുന്ന ഒരു പാടശേഖരം. ഇത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് പഞ്ചായത്തിൽപ്പെടുന്ന നെന്മേനിപ്പാടങ്ങൾ. കറുത്തിരുണ്ട വയൽച്ചിലയിൽ അധ്വാനത്തിന്റെ വിയർപ്പ് മണികൾ വീഴ്ത്തി ആണ്ടോടാണ്ട് കാർഷിക നേട്ടം കൈയാളുന്ന ഒരു ഗ്രാമപ്പെരുമ, ഒരു നെന്മേനി കൃഷിത്തനിമ. ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ നെല്ലറ പാലക്കാട് തന്നെ. മറ്റൊരു നെല്ലറയായ കുട്ടനാടൻ പാടശേഖരങ്ങളുടെ വിസ്തൃതി നന്നേ കുറഞ്ഞപ്പോൾ പാലക്കാടൻ നെൽവയലുകൾക്ക് വിസ്തൃതിയേറുകയായിരുന്നു. സംസ്ഥാനത്തെ ആകെ നെല്ലുൽപാദനത്തിന്റെ 1/3 പാലക്കാടിന്റെ സംഭാവനയാണ്. 1,12,000 ഹെക്ടർ പാലക്കാടിന് മാത്രം സ്വന്തമെന്നാണ് കണക്ക്. കർഷക തൊഴിലാളികളുടെ എണ്ണം കൊണ്ടും ഈ ജില്ല മുൻപിൽ തന്നെ. നെന്മേനി പാടശേഖരം കേരളത്തിലെ നെല്ലുൽപ്പാദിപ്പിക്കുന്ന പാടശേഖരങ്ങളിൽ ഒന്നാമതായി നിൽക്കുന്ന ഒരു പാടശേഖരമാണ് നെന്മേനി. ഈ പ്രദേശത്ത് ഞങ്ങളുടെ സമിതിയിൽ 165 ഹെക്ടറോളം നിലമാണുള്ളത്. ഇത് മുഴുവൻ നെൽകൃഷി ചെയ്യുന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതിന് പുറമെ സീഡ് അതോറിറ്റിക്ക് വിത്ത് കൊടുക്കുന്ന ഒരു പരിപാടിയായിട്ട് 100 ഹെക്ടറിൽ 165 ഹെക്ടർ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നു എങ്കിൽ പോലും അതിൽ 120 ഹെക്ടർ സ്ഥലത്ത് നമ്മൾ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന് പുറമെ ഇൻഡിവിജ്വലായിട്ട് ഒരു 20 ഹെക്ടറോളം ഇതേ സമിതിയിൽപ്പെട്ട സ്ഥലത്ത് തന്നെ ഇൻഡിവിജ്വലായിട്ടും കൃഷി ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു കാരണം നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് തന്നെ ശബരിമലയ്ക്കും മറ്റുമൊക്കെ നേർത്തെ എന്ന് പറഞ്ഞാൽ അവർ നറുപ്പത്തിരി നടത്തുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ കതിരുണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് വെള്ളം മറ്റും സൗകര്യങ്ങളൊക്കെ ഉള്ള കർഷകൻ ആയ 2-3 പേർ നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. അവരാണ് ശബരിമല തൊട്ട് ഈ ഒരു 10-50ഓളം അമ്പലങ്ങളിലേക്ക് നറുപ്പത്തിരിക്ക് നെൽക്കതിർ കൊടുക്കുന്ന ഒരു ചടങ്ങുള്ളത് കാരണം ഒരു 10-20 ഹെക്ടർ സ്ഥലത്ത് ആദ്യം തന്നെ കൃഷി തുടങ്ങും. ഞങ്ങളെന്നാൽ മറ്റുള്ള എല്ലാവരും കൂട്ടായ്മയോടുകൂടി ഈ 100 ഹെക്ടറിലും കൃഷി ചെയ്യുന്നത് ഒത്തൊരുമയോടുകൂടി നമ്മൾ ആത്മാർത്ഥമായും ഈ ഒരു പൂർണ്ണ സഹകരണം നെല്ലുൽപ്പാദിപ്പിക്കുക എന്ന ഒരൊറ്റ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കേരളത്തിലുണ്ടാകുന്ന ഒരു സമിതിയെങ്കിൽ അത് ഈ നെന്മേനി പാടശേഖരം മാത്രമായിരിക്കും. കൃഷിയെ ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കുന്ന 186 കർഷകരുടെ കൂട്ടായ്മയായ നെന്മേനി പാടശേഖര സമിതിയാണ് നെൽകൃഷിക്ക് നേതൃത്വമേകുന്നത്. 165 ഹെക്ടർ വരുന്ന വിളനിലമാണ് ഒരു തുണ്ട് ഭൂമി പോലും നികത്താതെ സമ്പൂർണ്ണ നെൽകൃഷിക്കായി ഈ കർഷകർ ഉപയോഗപ്പെടുത്തുന്നത്. 165 ഹെക്ടർ വരുന്ന നെന്മേനി പാടശേഖരത്തെ 130 ഹെക്ടർ നിലത്തെ നെൽകൃഷി പൂർണ്ണമായും വിത്തുൽപാദനത്തിനു വേണ്ടിയാണ്. നെന്മേനി പാടശേഖരത്തിലെ പുന്നല്ല് കേരളത്തിലെ പ്രസിദ്ധങ്ങളായ 50-ലേറെ ക്ഷേത്രങ്ങളിലെ നിറപുത്തരി ചടങ്ങിലേക്കും എത്തുന്നു. കേരളത്തിൽ തന്നെ ഒരു പ്രത്യേക മാതൃകാപരമായി കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചു പോകുന്ന കർഷകരാണ് അവിടെ ഉള്ളത്. ഇത് പറയുമ്പോൾ ഇന്ന് കൃഷിക്കാരൻ ജീവിക്കാൻ വെമ്പൽ കൊണ്ട് നടക്കുന്ന ഈ കാലഘട്ടത്തിലും ഒരു തുണ്ടുഭൂമി പോലും നികത്താതെ മറ്റു മേഖലകളിൽ കോൺക്രീറ്റ് പാടങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നെന്മേനി പാടശേഖരത്തിൽ ഒരു തുണ്ടുഭൂമി പോലും നിരത്താതെ ഇരുപ്പുകൽ കൃഷി നിലനിർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രത്യേകമായ കാരണം എന്ന് പറയുന്നത് ഈ നെൽകൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകരാണ് ഈ നെന്മേനി പാടശേഖര സമിതിയിൽ ഉള്ളത്. ഇവരെ ഈ കൃഷിഭൂമിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൽ നല്ല സഹായ സഹകരണങ്ങൾ ഇതിൻ്റെ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിത്തുൽപാദനം 100 ഹെക്ടർ പ്രദേശത്തും 120 ഹെക്ടർ പ്രദേശത്തും വിത്തുൽപാദനം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 26 രൂപ 50 പൈസയ്ക്കും 1 കിലോ നെല്ല്, അതുപോലെ തന്നെ 1 കിലോ നെൽവിത്ത് 30 രൂപ വരെ തന്ന് സഹായിച്ചുകൊണ്ടാണ് ഇവിടുത്തെ കർഷകർ നിലനിന്ന് പോകുന്നത്.
ആ പ്രചോദനത്തിൻ്റെ ഭാഗമായാണ് ഈ നെൽകൃഷി ഇവിടെ നികത്താതെ തന്നെ നിന്നു പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നെന്മേനി പാടശേഖരത്തിൽ ഈ രംഗത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കർഷകരുടെ ഭാഗത്തും ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തും നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ പവർ ടില്ലർ, അതുപോലെ നടിയൽ മെഷീൻ, അങ്ങനെ തുടങ്ങിയ യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നെന്മേനി പാടശേഖരത്തിൽ ഇരിപ്പൂ കൃഷി രീതിയാണ് നടപ്പിലാക്കി പോരുന്നത്. ഈ രണ്ട് കൃഷിയിലും ഉണ്ടാകുന്ന ജനപങ്കാളിത്തം നെന്മേനി പാടശേഖര സമിതിയുടെ വിജയക്കുതിപ്പിന്റെ അടിസ്ഥാനമാകുന്നു. കർഷക തൊഴിലാളികളുടെ ദൗർലഭ്യം മൂലം സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും കാർഷിക മേഖല പ്രതിസന്ധി നേരിടുമ്പോൾ വിത മുതൽ വിളവെടുപ്പ് വരെയുള്ള കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളിലും കർഷക തൊഴിലാളികളുടെ സജീവ സഹകരണം നെന്മേനി പാടശേഖരത്ത് ദൃശ്യമാണ്. ഒപ്പം ജനകീയ കൂട്ടായ്മയുടെയും പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെയും പ്രോത്സാഹനം നെന്മേനി നെൽപ്പാടത്തെ കാർഷിക വിജയത്തിന് അടിവളമാകുന്നു. കേരളത്തിലെ റെക്കോർഡ് നല്ല രീതിയിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പാടശേഖര സമിതിയാണ് നെന്മേനി പാടശേഖര സമിതി. അതിൻ്റെ മെയിനായിട്ടുള്ള കാതലായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്, ഇപ്പോൾ സീഡ് അതോറിറ്റി നമ്മൾക്കിവിടെ വിത്ത് തരുന്നുണ്ട്. അത് FS2 ഈ ഫൗണ്ടേഷൻ സീഡ് സ്റ്റേജ് 2 ആണ് നമുക്ക് തരുന്നത്. നമ്മളത് FS3 ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമ്പ്രദായം ഈ വിളവ് വർധനയ്ക്ക് വല്ലാതെ കാരണമായിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പാടശേഖരത്ത് ഇപ്പോൾ നെൽവിത്ത് തന്നെ കൃഷി ചെയ്യുകയാണെങ്കിലും ആ ചെയ്ത പാടത്തുനിന്ന് തന്നെ വിത്ത് കളക്ട് ചെയ്ത് അടുത്ത വിളവിന് ഉപയോഗിക്കുന്നു. അതങ്ങനെ കാലാകാലങ്ങളിലായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ചിലപ്പോൾ FS ചിലപ്പോൾ 18 20 ഒക്കെ ആയി മാറാൻ സാധ്യതയുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈൽഡ് വളരെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഇപ്പോൾ ഒരു ഏക്കറിന് 1 ടൺ 1.5 ടൺ വരെയാണ് നെല്ല് വിളഞ്ഞു തരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഈ സമ്പ്രദായത്തിലൂടെ അത് നമുക്കൊരു 2 ടണ്ണിന് മുകളിലേക്ക് വിളയിക്കുന്നതിന് ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ടുന്ന ഒരു സ്ഥിതിയാണ്. സീഡ് അതോറിറ്റി സംഭരിക്കുന്ന ഉമ ഇനത്തിൽപ്പെട്ട നെൽവിത്തുകളാണ് കർഷകർക്ക് നൽകുന്നത്. ഉൽപാദനശേഷിയാർന്ന ഫൗണ്ടേഷൻ സീഡ് സ്റ്റേജ് 2 പെടുത്തി വികസിപ്പിച്ചെടുത്ത നെൽവിത്തുകളാണിവ. ഒരു വിളയ്ക്ക് 500 ടണ്ണോളം വിത്താണ് നൽകുക. രജിസ്റ്റേർഡ് സീഡ് ഗ്രോവേഴ്സ് പ്രോഗ്രാം അഥവാ RSGP പദ്ധതി പ്രകാരം സൗജന്യമായാണ് കർഷകർക്ക് ഈ വിത്ത് ലഭിക്കുക. ഫൗണ്ടേഷൻ സീഡ് 2 അഥവാ FS2 പ്രകാരം വികസിപ്പിച്ചെടുത്ത വിത്തിൽ നിന്നും ഇവിടെ ലഭിക്കുന്ന നെൽവിത്ത് FS3 ആയാണ് സീഡ് അതോറിറ്റിക്ക് തിരിച്ചു നൽകുന്നത്. ഒരേ വിത്ത് ഒരേ പാടത്ത് പലതവണ ഉപയോഗിച്ചാൽ ഉൽപാദനശേഷി കുറയുന്നതായി കാണാം. മുൻകാലങ്ങളിൽ നെന്മേനി പാടശേഖരത്തിലെ വിത്തുൽപാദനം 1.5 ടൺ ലഭിച്ചിരുന്നിടത്ത് FS2 വിത്ത് ഉപയോഗിച്ച് കൃഷി തുടങ്ങിയതിൽ പിന്നെ 2.5 ടണ്ണോളം അധിക വിളവ് ലഭിക്കുന്നു. RKVY പദ്ധതി പ്രകാരം സീഡ് അതോറിറ്റി കർഷകർക്കും സമിതികൾക്കുമായി സംസ്ഥാനത്ത് 24 സീഡ് ഗോഡൌൺ ഉള്ളതിൽ 22 എണ്ണവും പാലക്കാട്ടാണ്. അതിൽ 9 എണ്ണവും കൊല്ലങ്കോട് പഞ്ചായത്തിലാണ്. വിനോവർ എന്ന യന്ത്രം ഉപയോഗിച്ച് ഗുണമേന്മയുള്ള വിത്ത് വേർതിരിക്കുന്നു. കളയെടുപ്പ്, വളപ്രയോഗം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ പാടശേഖര സമിതി സൂക്ഷ്മതയാർന്ന ശ്രദ്ധ പതിപ്പിക്കുന്നു. നെന്മേനി പാടശേഖരത്തെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷി രീതികൾ മറ്റു പല പ്രദേശങ്ങളിലും തൊഴിലാളികളെയും മറ്റുമൊക്കെ കിട്ടാത്ത ഒരവസ്ഥയുണ്ടാകുമ്പോഴും ഇവിടെ പരമാവധി കർഷക തൊഴിലാളികളുടെയും മറ്റുമൊക്കെ പൂർണ്ണ സഹകരണം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രോപ്പുകൾ നെൽകൃഷി ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത്. മറ്റു പല പ്രദേശങ്ങളിലും ആൾക്കാരുടെ അല്ലെങ്കിൽ കൂലിക്കാരുടെ കുറവുണ്ട് എന്ന് പരക്കെ കേരളം സംസ്ഥാനം മുഴുവൻ പരിതപിക്കുമ്പോഴും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു കുറവില്ലാത്ത രീതിയിൽ തന്നെ അത് വരുന്നുണ്ട്. ഈ പ്രദേശത്തിന് ജൈവ കൃഷി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരു 10-12 കർഷകർ ഒരു 5ഓളം ഏക്കറിൽ നവര നെൽകൃഷി അടുത്ത കാലത്തായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ജൈവിക കൃഷി എന്നുള്ള നിലയിൽ 1 കിലോ നെല്ലിന് 75 രൂപയോളം വില ഞങ്ങൾക്ക് ലഭിക്കുന്നതുകൊണ്ട് അത് പരീക്ഷണം നടത്താൻ തുടങ്ങിയെങ്കിലും ഒരു 3-4 വർഷമായിട്ട്
അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിന് പ്രത്യേകത ഈ ജൈവ കൃഷി എന്നുള്ളതാണ്. മറ്റു വർഷങ്ങളോ അല്ലെങ്കിൽ ഫാക്ടംബോസ്, യൂറിയ പോലുള്ള ഒന്നും തന്നെ നൽകാതെ കാലിവളങ്ങളും മറ്റും അതിനോടനുബന്ധിച്ചുള്ള രീതിയിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് നല്ല വില ലഭിക്കുന്നൊരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട്. നെന്മേനി പാടശേഖരത്തെ 2 വിളവെടുപ്പ് കാലവും പാടശേഖര സമിതി കൊയ്ത്തുത്സവമാക്കി മാറ്റുന്നു. കുട്ടനാട് അടക്കമുള്ള മറ്റ് നെൽവയലുകളിൽ കൊയ്യാൻ കർഷക തൊഴിലാളികളെ ലഭിക്കാതെ കൊയ്ത്ത് മെതിയന്ത്രങ്ങളെ ആശ്രയിച്ചു പോരുമ്പോൾ എണ്ണമറ്റ കർഷക തൊഴിലാളികളാണ് നെന്മേനി പാടത്തെ കൊയ്ത്തിനായി എത്തിച്ചേരുന്നത്. വിളഞ്ഞ നെൽക്കതിരുകൾ ചാഞ്ഞ നെന്മേനി പാടത്തെ കൊയ്ത്തുകാലം കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഒരുമയാർന്ന ഒരു നിറക്കാഴ്ച തന്നെ ഒരുക്കുന്നു. നമ്മൾ പരമ്പരാഗതമായി ഇവിടുത്തെ കൃഷിഭൂമി നടീൽ സമ്പ്രദായം നിലനിർത്തിക്കൊണ്ടുവരികയാണ്. കൃഷിക്ക് ആവശ്യമായ തൊഴിലാളികളെ സംഘടിപ്പിച്ച് പഴയ സമ്പ്രദായത്തിൽ തന്നെ നടീലും അതുപോലെ കളപറി, അതുപോലെ ഈ മറ്റ് കൊയ്ത്തും, അതുപോലെ തന്നെ പദമ്പാക്കലും, ഇന്നും ആ പദമ്പട അളന്നുമറിക്കുന്ന രീതിയും എല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ പാലക്കാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് നിലനിർത്തിക്കൊണ്ടു പോകുന്നത് നെന്മേനി പാടശേഖര സമിതിയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നെൽകൃഷിയിൽ പാലക്കാടിന്റെ സ്വന്തം കാർഷിക പാരമ്പര്യം അതേപടി നിലനിർത്തി പോരുകയാണ് കൊല്ലങ്കോട്ടെ നെന്മേനി പാടശേഖരം. വിത്തൊരുക്കലിലും വിതയിലും പരിപാലനത്തിലും വിളവെടുക്കലിലും നെല്ല് സംഭരണത്തിലും വിത്തുശേഖരണത്തിലും അതിൻ്റെ സംരക്ഷണത്തിലും അതിൻ്റേതായ പ്രത്യേകത നെന്മേനി പാടത്തെ കർഷകർ കാത്തുസൂക്ഷിക്കുന്നു. പാലക്കാടൻ നാട്ടുഭാഷയിലെ ചുരുട്ടുതല്ലി അഥവാ കല്ലിൽ കറ്റയടിച്ചുകൊണ്ടുള്ള മെതിക്കൽ, കളമുറം ഉപയോഗിച്ച് കാറ്റത്തിടുക അഥവാ പദം പാറ്റൽ എന്നിവയെല്ലാം പരമ്പരാഗത രീതിയിൽ തന്നെ ഇവിടെ നടക്കുന്നു. പതമ്പുപറ എന്ന വലിയ പറയും അളവുപറ എന്ന ചെറിയ പറയും നെല്ലളക്കാൻ ഉപയോഗിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നെൽകൃഷിയായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രത്യേക സാഹചര്യം ഞങ്ങൾക്ക് നിലവിലുണ്ട്. ഉണക്കത്തറ എന്ന പേരിൽ ഗവൺമെൻറ്റിൽ നിന്നും ഞങ്ങൾക്ക് സബ്സിഡിയോടുകൂടി കുറേ കൃഷിക്കാരെ ഒരു 7 പേരോ 8 പേർക്ക് ഉണക്കത്തറ ലഭിക്കുകയും അതിന് പുറമെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത് തന്നെയുള്ള ഈ പാടശേഖരത്തിൻ്റെ പരിധിയിലുള്ള ചാത്തിയോട് പാറ, മാഹളയമ്മം പാറ എന്ന സ്ഥലങ്ങളിൽ ഒരു ദിവസം ഒരു പാറയിൽ തന്നെ 15 ടണ്ണും അതേപോലെ മറ്റു പാറകൾ 1-2 പാറകൾ കൂടി 10-30 ടണ്ണോളം നെല്ല് ഒരു ദിവസം ഉണക്കിയെടുക്കാനുള്ള ഒരു സാഹചര്യമുള്ളതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഈ കൃഷി ഈ മഴക്കാലമായിട്ടും വൃത്തിയായിട്ട് നെല്ല് കൊടുക്കാനും വിത്ത് കൊടുക്കാനും ഞങ്ങൾക്ക് കഴിയുന്നത്. മറ്റു പ്രദേശങ്ങളിലൊക്കെ അതിൻ്റെ ഒരു കുറവ് കൊണ്ട് വേണ്ട വിധം നെല്ല് ഉണക്കിയെടുക്കാനോ അല്ലെങ്കിൽ പറ്റാത്തതുകൊണ്ട് പല കൃഷിക്കാരും ചുരുങ്ങിയ വിലയ്ക്ക് മില്ലുകാർക്ക് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല വില എന്ന് പറഞ്ഞാൽ ഒരു 25 രൂപയ്ക്കും അതേപോലെ തന്നെ ഇപ്രാവശ്യം 30 രൂപയ്ക്കുമൊക്കെയാണ് 1 കിലോ വിത്ത് സംഭരിക്കുന്നത് ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നല്ല രീതിയിൽ പ്രോത്സാഹനം ഗവൺമെൻറ് ഭാഗത്തു നിന്നും കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഈ തരത്തിൽ മുന്നോട്ട് പോകുന്നത്. നെന്മേനി പാടശേഖരത്തിനടുത്തുള്ള വിത്തുണക്കത്തറയിലും പാറമുകളിലുമായിട്ടാണ് വിത്തുണക്കിയെടുക്കുക. നെല്ലുണക്കുന്ന ഈ തറകൾ ഉണക്കത്തറ എന്ന പേരിൽ അറിയപ്പെടുന്നു. ചാത്തിയോട്ട് പാറ, മാകാളിപ്പാറ എന്നിവയാണ് പ്രധാന ഉണക്കത്തറകൾ. ഈ ഉണക്കത്തറകളിൽ ഒരു ദിവസം 30 ടണ്ണോളം നെൽവിത്ത് ഉണക്കിയെടുക്കാൻ കഴിയുന്നു. നെന്മേനി പാടശേഖരത്ത് നിന്നുള്ള നെൽ സംഭരണം മുൻകാലത്ത് സഹകരണ സംഘങ്ങൾ വഴിയാണ് നടന്നിരുന്നത്. ഇപ്പോൾ പൊതുവിതരണ വകുപ്പാണ് പ്രധാന സംരംഭകർ. നെൽകൃഷി മേഖലയിലെ സ്തുത്യർഹമായ സേവന തലത്തെ മുൻനിർത്തി സംസ്ഥാന സർക്കാരിന്റെ 2001-2002 നെൽക്കതിർ പുരസ്കാരത്തിന് നെന്മേനി പാടശേഖര സമിതിയെ തിരഞ്ഞെടുത്തു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും സ്വർണ്ണ പതക്കവും മുഖ്യമന്ത്രിയിൽ നിന്നും പുരസ്കാരമായി ഏറ്റുവാങ്ങിയ നെന്മേനി പാടശേഖര സമിതി ആത്മവിശ്വാസത്തിന്റെ 100 മേനിയുള്ള സുവർണ കതിരുകളാണ് വിരിയിച്ചെടുക്കുന്നത്. കാർഷിക നടപടികൾ വിലയിരുത്താനും പുതിയ നിശ്ചയങ്ങൾ കൈക്കൊള്ളുന്നതിനുമായി നെന്മേനി പാടശേഖര സമിതി മാസത്തിൽ 2 പ്രാവശ്യം ഒന്നിച്ചു കൂടുന്നു. നെൽകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ നെല്ലറ എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയാണ്.
പാലക്കാട് പിന്നീട് അറിയപ്പെടുന്നത് കുട്ടനാടാണ്. ഈ കുട്ടനാടും പാലക്കാടും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം നെൽവയലിലെ വെള്ളം വറ്റിച്ചുകൊണ്ടാണ് അവർ നെൽകൃഷി ചെയ്യുന്നതെങ്കിൽ പാലക്കാട് ജില്ലയെ തീരെ വ്യത്യസ്തമായിട്ടാണ്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വയലിലേക്ക് വെള്ളം നിറച്ചുകൊണ്ടുള്ള നെൽകൃഷി സമ്പ്രദായമാണ് ഇവിടെ നിലവിലുള്ളത്. ഈ നെൽകൃഷി പാലക്കാട് ജില്ലയിൽ അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇവിടെ കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമാകും, കുടിവെള്ളം കിട്ടാത്ത ഒരവസ്ഥ വരും എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഈ സമിതിയിലെ കർഷകൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് കൂടിയുണ്ട്. കാരണം അത് ഈ നെൽകൃഷി നിൽക്കുമ്പോൾ പാലക്കാട് ജില്ലയിലെ 60,000-ഓളം ഹെക്ടർ സ്ഥലത്ത് വർഷത്തിൽ 10 മാസവും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് അതിൽ ഉറവുകളൊന്നും വറ്റുന്നില്ല, കിണറുകൾ വറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ നല്ല ശുദ്ധജലം കിട്ടുന്ന ഒരു സാഹചര്യമാണ് നെൽകൃഷി കൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടാകുന്ന എടുത്തു പറയത്തക്ക ഒരു ഗുണമുള്ളത്. ഇത് നിലനിർത്തി കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ നെൽകൃഷി മേഖലയിലേക്ക് പുതിയ തലമുറ കാർഷിക തൊഴിലാളികൾ ഇപ്പോൾ ഉണ്ടെങ്കിലും അവരുടെ മക്കളോ അല്ലെങ്കിൽ പുതിയ തലമുറ ഈ ഫീൽഡിലേക്ക് വരാത്ത ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ കർഷകൻ്റെ മക്കളും ഈ കാർഷിക മേഖലയിലേക്ക് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ചെറിയൊരു താല്പര്യമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായിട്ടും അത് നമുക്ക് അതിലേക്ക് ഈ പുതിയ തലമുറയെ ഇതിലേക്ക് ആകർഷിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിലേക്ക് നമ്മൾക്കിപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കതിന് കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് ലാഭകരമാക്കി എടുത്തിട്ട് അവരെ കൂടി ഈ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. നെൽകൃഷി നിലനിർത്താനും കൃഷി മറ്റെന്ത് തൊഴിലും പോലെ ലാഭകരവും അഭിമാനകരവുമാണെന്ന ആശയം കർഷകരെ ബോധ്യപ്പെടുത്താനും ഈ കൂട്ടായ്മ സഹായകരമാകുന്നു. പാടശേഖര സമിതിയുടെ പ്രവർത്തന കാര്യാലയം നിർമ്മിക്കുന്നതിനായി ആദായത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെച്ച് അതിൽ 30 ലക്ഷം രൂപ മുടക്കി 30 സെന്റ് സ്ഥലം വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 8000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നെൽവിത്ത് സൂക്ഷിക്കുന്നതിനുള്ള ഒരു ഗോഡൌൺ നിർമ്മിക്കുന്നതിനുള്ള ധനസഹായത്തിനായി സമിതി സീഡ് അതോറിറ്റിക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. കർഷകരുടെ ആത്മവിശ്വാസം അടിത്തറയാക്കി ഇനി സ്വന്തം ഓഫീസ് കെട്ടിടം. അങ്ങനെ ചെറിയ മോഹങ്ങളിലൂടെ വലിയ ലക്ഷ്യങ്ങൾ നേടാനാണ് സമിതിയുടെ ശ്രമം. കാർഷിക കേരളത്തിന്റെ പൈതൃക സത്ത മറന്ന് കൃഷിഭൂമി തരിശിട്ടും നിലം നികത്തിയും നെൽകൃഷിയെ പാടെ അവഗണിച്ചും കൃഷി നഷ്ടം എന്ന് വിലപിക്കുന്ന ഇന്നത്തെ സാമൂഹികതയിൽ മലയാള മണ്ണിന്റെ സ്വന്തം കാർഷിക വിജയചരിതം കാലത്തിനു മുൻപിൽ ആണ്ടോടാണ്ട് എഴുതുകയാണ് പാലക്കാട്ടെ നെന്മേനി പാടശേഖര സമിതി. കാർഷിക കേരളം മാതൃകയാക്കുവാൻ പോന്ന ഈ മഹിതയത്നത്തിൽ മനസ്സുകൊണ്ടെങ്കിലും പങ്കാളികളാകാതിരിക്കുവാൻ നമുക്കാവില്ല. നെന്മേനി പാടങ്ങളിൽ എന്നും 100 മേനി പൊലിക്കട്ടെ എന്നുതന്നെ നമുക്ക് ആശംസിക്കാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പക്ഷിപ്പനി നിയന്ത്രിക്കാനുള്ള നടപടികളിൽ പുരോഗതി. മത്സ്യസമൃദ്ധി അവാർഡുകൾ വിതരണം ചെയ്തു. പൈനാപ്പിൾ കൃഷിക്ക് ധനസഹായം. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ പക്ഷിപ്പനി നിയന്ത്രിക്കുവാനുള്ള നടപടികളിൽ പുരോഗതി. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഇതിനകം രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലെ പക്ഷിപ്പനി ബാധിച്ച 1 കിലോമീറ്റർ ചുറ്റളവിൽ 1 ലക്ഷത്തിലധികം താറാവുകളെ നശിപ്പിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ ശുപാർശ പ്രകാരമുള്ള രോഗനിയന്ത്രണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. രോഗത്തിന് കാരണമായ വൈറസ് H1N1 ആണെന്ന് ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഭോപ്പാലിലെ ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസ് ലാബിലാണ് രോഗനിർണയം നടത്തിയത്. കേരളത്തിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇറച്ചിക്കോഴി വിപണിയിൽ മാന്ദ്യം അനുഭവപ്പെട്ടു തുടങ്ങി. രോഗവുമായി ബന്ധപ്പെട്ട് ഭയപ്പെടേണ്ടതില്ല, കരുതൽ നടപടിയെടുത്താൽ മതിയാകും.
പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് 1 കിലോമീറ്ററിനുള്ളിൽ നിന്നും കോഴിയിറച്ചി, മുട്ട, താറാവിറച്ചി എന്നിവ കഴിക്കാൻ പാടില്ല. കോഴിയിറച്ചി നന്നായി വേവിച്ച ശേഷമേ കഴിക്കാവൂ. ബുൾസൈ ഒഴിവാക്കണം. കോഴിയിറച്ചി ഫ്രൈയും തൽക്കാലം ഒഴിവാക്കേണ്ടതാണ്. കിണറുകളിൽ ബ്ലീച്ചിംഗ് പൗഡർ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്നിവയിട്ട് രോഗാണുവിമുക്തമാക്കണം. കോഴിക്കാഷ്ടത്തിൻ്റെ ഉപയോഗവും ഒഴിവാക്കണം. പൗൾട്രി ഫാമുകൾക്ക് ചുറ്റും കുമ്മായം വിതരണം. പന്നി ഫാമുകളിൽ ഇറച്ചിക്കോഴി അവശിഷ്ടങ്ങൾ ഉപയോഗിക്കരുത്. വെള്ളം തിളപ്പിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പക്ഷിപ്പനി പകരുന്നതായി ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ 2ാം ഘട്ട മത്സ്യസമൃദ്ധി പദ്ധതിയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. നമ്മുടെ തീരപ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് പരമാവധി അവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള പരിപാടികൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചു. കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും കുറവുള്ള മേഖല നമ്മുടെ തീരപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമങ്ങളിലാണ്. അവിടെ പ്രത്യേകമായ ശ്രദ്ധ മത്സ്യത്തൊഴിലാളികളുടെ ഭവന നിർമ്മാണ പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് ശ്രദ്ധ ചെലുത്തുന്നു. തൊടുപുഴ സെന്റ് ഫെറോന ചർച്ച് ഹാളിൽ നടന്ന ചടങ്ങിൽ മികച്ച ശുദ്ധജല മത്സ്യകർഷകൻ VJ സക്രിയ ആലപ്പുഴ, ചെമ്മീൻ കർഷകൻ തോട്ടത്തിൽ ബാലൻ കണ്ണൂർ, മികച്ച കരിമീൻ കർഷകൻ സുനിൽകുമാർ തിരുവനന്തപുരം, മികച്ച കല്ലുമേക്കായ കർഷക PV സരിത കാസർഗോഡ്, മികച്ച അക്വാകൾച്ചർ കോർഡിനേറ്റർ ലേഖ മനോജ് പത്തനംതിട്ട എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. മത്സ്യകൃഷി രംഗത്ത് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള അവാർഡ് നേടിയത് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയാണ്. ജില്ലാതലത്തിൽ മികച്ച മത്സ്യകർഷകർക്കും കോർഡിനേറ്റർമാർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അവാർഡുകൾ നൽകിയ ചടങ്ങിൽ മന്ത്രിമാരായ K ബാബു, PJ ജോസഫ് എന്നിവർ പങ്കെടുത്തു. പൈനാപ്പിളിന്റെ ഉൽപാദക വർധനവ് ലക്ഷ്യമിട്ട് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പൈനാപ്പിൾ വിള വിസ്തൃതി വ്യാപന പദ്ധതി നടപ്പാക്കുന്നു. ഹെക്ടറിന് 26,250 രൂപ നിരക്കിലാണ് ധനസഹായം. പരമാവധി 4 ഹെക്ടർ വരെ കൃഷി ചെയ്യാൻ സഹായം നൽകും. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 2 330 857. ആലപ്പുഴ വിത്ത് വികസന അതോറിറ്റിയിൽ കുട്ടനാടൻ പുഞ്ചയ്ക്കുള്ള ഉമ ജ്യോതി നെൽവിത്തുകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. നെൽവിത്ത് ആവശ്യമുള്ള കൃഷിക്കാർ കൃഷിഭവൻ മുഖേന ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0477 2 268 613. കേരളത്തെ പൂർണ്ണ ജൈവകൃഷി സംസ്ഥാനമാക്കി മാറ്റാനുള്ള കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകാനും ജൈവകൃഷിയുടെ ഹ്രസ്വകാല ദീർഘകാല നേട്ടങ്ങൾ വിലയിരുത്തുന്നതിനും കേരള കാർഷിക സർവകലാശാലയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും ചേർന്ന് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ ശില്പശാല സംഘടിപ്പിച്ചു. കേരളത്തിലെ ആദ്യ ജൈവ കാർഷിക ജില്ലയായ കാസർഗോഡിനെ മാതൃകയാക്കി 2020 ആകുമ്പോഴേക്കും കേരളം സമ്പൂർണ്ണ ജൈവ കാർഷിക സംസ്ഥാനമാക്കി മാറ്റാനുള്ള ശുപാർശകൾ ശില്പശാലയിൽ ചർച്ച ചെയ്തു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിൻ്റലിന് 12,500 രൂപ, കോഴിക്കോട് 13,200, തൃശൂർ 12,850, കൊപ്ര കൊച്ചി 8,440, കോഴിക്കോട് 8,450, തൃശൂർ 8,630, കുരുമുളക് അൺഗാർബിൾഡ് 68,800, ഗാർബിൾഡ് 71,800, ചുക്ക് മീഡിയം 21,000, ബെസ്റ്റ് 23,000, മഞ്ഞൾ സേലൻ 6,700, ഈറോഡിൽ 6,900, അടയ്ക്ക പുതിയത് 14,000 മുതൽ 16,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 11,200, RSS 4 11,600, കോട്ടയം റബ്ബർ RSS 5 11,100, RSS 4 11,650. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 12,500 രൂപ, കൊപ്ര 8,440, പിണ്ണാക്ക് എക്സ്പെല്ല് 2,300, റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 68,800, ഗാർബിൾഡ് 71,800,
ചുക്ക് മീഡിയം 21,000, ബെസ്റ്റ് 23,000, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 14,000 രൂപ മുതൽ 16,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250 രൂപ മുതൽ 270 വരെ. തൊണ്ടില്ലാത്തത് 460 മുതൽ 480 വരെ. ജാതിപത്രി 750 മുതൽ 800 വരെ. ഗ്രാമ്പു 1,075 രൂപ. റബ്ബർ RSS 5 ക്വിൻ്റലിന് 11,200, RSS 4 11,600, ഒട്ടുപാൽ 7,300, ലാറ്റക്സ് 8,200 രൂപ. കമ്പോള അവലോകനം. ആഭ്യന്തര വ്യവസായികൾ ഷീറ്റ് സംഭരണം കുറച്ചു. പ്രതിസന്ധി മുൻനിർത്തി കർഷകരും സ്റ്റോക്കിസ്റ്റുകളും ഇന്ന് കാര്യമായ ഷീറ്റ് വിൽപ്പനയ്ക്കിറക്കിയില്ല. കാലാവസ്ഥ അനുകൂലമായതിനാൽ റബ്ബർ മരങ്ങളിൽ നിന്നുള്ള ഈൽഡ് അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കൊപ്രയുടെ വില തകർച്ച ഗ്രാമീണ മേഖലയിൽ പച്ചത്തേങ്ങയുടെ വിലയെ ബാധിച്ചു. വിലയിടിവ് കണ്ട് ഉൽപാദകർ വിളവെടുപ്പിന് തിടുക്കം കാണിക്കുന്നുണ്ട്. മലബാർ മേഖലയിൽ ഇന്ന് കൊപ്ര വില ഉയർന്നു. അതേസമയം വെളിച്ചെണ്ണ വിലയിൽ മാറ്റമില്ല. കുരുമുളക് വരവ് കുറഞ്ഞതിനാൽ നിരക്ക് ഉയരുമെന്ന നിഗമനത്തിലാണ് വ്യാപാരികൾ. ചുക്കിന് ആവശ്യക്കാരെത്തിയിട്ടും വിലയിൽ മാറ്റം അനുഭവപ്പെട്ടില്ല. പുതിയ മഞ്ഞളിന്റെ വരവിനെ ഉറ്റുനോക്കുകയാണ് കയറ്റുമതി മേഖല. തേക്കടിയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനം ഏലക്ക 1,097 രൂപയിൽ ലേലം കൊണ്ടു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.6, 22.5, കൊച്ചി 30.8, 24.4, ആലപ്പുഴ 30.4, 24.2, പുനലൂർ 31, 21, തിരുവനന്തപുരം 30.5, 23.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.